Hello everyone, welcome to Sahakari Rice Plus. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് സിറിയൽസ് ആൻഡ് പൾസസിനെ പറ്റിയാണ് കേട്ടോ. അപ്പം ഈ സിറിയൽസ് ആൻഡ് പൾസസിൻ്റെ അണ്ടറിൽ നമുക്ക് മെയിനായിട്ടും അത് എന്താണെന്നുള്ളത് നോക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ, ഈ സിറിയൽസിനുള്ളിൽ എന്താണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ന്യൂട്രീഷണൽ കണ്ടന്റ് നമ്മൾ അതിനോടൊപ്പം തന്നെ പഠിക്കും. പിന്നെ അത് കഴിഞ്ഞ് അതിനെ പ്രോസസ്സ് ചെയ്യുന്ന എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രോസസ്ഡ് പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കും. അത് കഴിഞ്ഞ് അത് എങ്ങനെ സെലക്ട് ചെയ്യാം, അതേപോലെ അതിനെ സ്റ്റോർ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അണ്ടറിൽ പഠിക്കാനായിട്ടുള്ളത്, സിറിയൽസ് ആൻഡ് പൾസസിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇതിൻ്റെ ഈ ഓരോന്നും സിറിയൽസിൻ്റെ ഇതെല്ലാം പഠിക്കണം, അതേപോലെ പൾസസിൻ്റെയും ഇതെല്ലാം നോക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ന്യൂട്രിയൻ കണ്ടന്റും കെമിക്കൽ കോമ്പോസിഷനും അതിനകത്ത് വരുന്ന ബയോ ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സും ആൻറ്റി ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഒക്കെ നോക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രോസസ്ഡ് പ്രോഡക്ട്സും സ്റ്റോറേജും അതേപോലെ അതിൻ്റെ സെലക്ഷനും ഒക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ പാർട്ട് 2-ലായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ സിറിയൽസ് ആൻഡ് പൾസസിൻ്റെ കണ്ടന്റ് ആണ് നോക്കാൻ പോകുന്നത്. ന്യൂട്രിയൻ കണ്ടന്റ് അല്ലെങ്കിൽ കെമിക്കൽ കോമ്പോസിഷൻ, അതുപോലെ അതിനകത്തുള്ള ബയോ ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഏതാണ്, ആൻറ്റി ന്യൂട്രീഷണൽ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് മുൻവർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് PYQ ആണ് നമ്മൾ നോക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ഇതാണ്: എ ചേഞ്ച് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് സിറിയൽ കുക്കറി. നമ്മൾ സിറിയൽ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാവുന്ന ഒരു ചേഞ്ച് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? സിറിയൽസിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച്: വിൻഡറൈസേഷൻ, ഹോമോജനൈസേഷൻ, റിട്രോഗ്രഡേഷൻ ആൻഡ് കൊയാഗുലേഷൻ. ഇതിൽ ഏതാണ് വരിക? അതായത് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് ആൻസർ ഏതാണെന്ന്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അതായത് നമ്മൾ സിറിയൽസ് കുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് റിട്രോഗ്രഡേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി സിറിയൽസ് പഠിച്ചു തുടങ്ങാം. ആദ്യം നമുക്ക് സിറിയൽസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ പൾസസിലേക്ക് പോകാം. ഇപ്പോൾ സിറിയൽസ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാസസ് ഒക്കെ ഇല്ലേ, അതായത് ഫാമിലി പൊയേസി എന്ന് പറയുന്ന ഫാമിലിയുടെ അണ്ടറിൽ വരുന്ന ഗ്രാസസുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അതിൻ്റെ സീഡ്സ് ആണ് നമ്മൾ സിറിയൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ റൈസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ പൊയേസി ഫാമിലിയിൽ, ബൊട്ടാനിക്കലി പറയുമ്പം പൊയേസി ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സീഡ്സ്, എഡിബിൾ ആയിട്ടുള്ള സീഡ്സിനെയാണ് സിറിയൽസ് എന്ന് വിളിക്കുന്നത്. ഗ്ലോബലി ആണ് നമ്മൾ ഒരു സ്റ്റേപ്പിൾ ഫുഡായിട്ട് വരുന്നത് ഈ സിറിയൽസ് ആണ്. റൈസ്, വീറ്റ് അതൊക്കെയാണ് സ്റ്റേപ്പിൾ ഫുഡായിട്ട് ഗ്ലോബലി വരുന്നത്. സോ സിറിയൽസ് ആർ ദ എഡിബിൾ സീഡ്സ് ഓഫ് ഗ്രാസസ് ഫാമിലി പൊയേസി. പൊയേസി ആണ് ഫാമിലി നെയിം എന്ന് പറയുന്നത്. ആൻഡ് ദ വേർഡ് സിറിയൽസ് എന്ന് പറയുന്ന ആ വേർഡ്സ് ഒരു വേർഡ്, അതായത് സിറിസ് എന്നുള്ള റോമൻ ഗോഡസ്റ്റ്, അതിൻ്റെ പേരിൽ നിന്നാണ് ഈ സിറിയൽസ് എന്നുള്ള വേർഡ്സ് വന്നിരിക്കുന്നത്. ആൻഡ് ആ ഗോഡസ്റ്റ് എന്ന് പറയുന്നത് ഗോഡസ് ഓഫ് ഗ്രെയിൻ ആണ്. ഓക്കെ, അപ്പം അതിൽ നിന്നാണ് ആ സിറിയൽസ് എന്നുള്ള വേർഡ് വന്നത്. ആൻഡ് ഇതിൻ്റെ ഈ സീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഡ്രൈ സീഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനെയാണ് കാരിയോപ്സിസ് എന്ന് പറയുന്നത്. ഡ്രൈ ആണത്. സോ ദേ ആർ ദ പ്രൈമറി സോഴ്സ് ഓഫ് ഡയറ്ററി എനർജി, അതേപോലെ കാർബോഹൈഡ്രേറ്റ് ആൻഡ് B കോംപ്ലക്സ് വൈറ്റമിൻ. ഇതെല്ലാം റിച്ച് ആയിട്ടുള്ള സീഡ്സ് ആണ് എന്ത്, സിറിയൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഡ്രൈ സീഡ്, അതുകൊണ്ടാണ് കാരിയോപ്സിസ് എന്ന് പറയുന്നത്. Clear അല്ലേ? So cereals are edible seeds of grasses acting as a global staple food, and a cereals in a word വന്നിട്ട് Ceres, which is the Roman goddess of grain. ഇനി സിറിയൽസിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ റൈസ്, അരി, ഗോതമ്പ് അതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. റൈസ്, വീറ്റ്, മെയ്സ് ഓർ കോൺ, ജോവർ, റാഗി ഒക്കെ എന്താണ്, സിറിയൽസ് ആണ്. ആൻഡ് ഈ സിറിയൽസിൻ്റെ പ്രത്യേകത, നമ്മൾ അതിന് പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള കുക്കിംഗ് മെത്തേഡ് വഴി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നുള്ള മാക്സിമം ന്യൂട്രീഷൻ നമുക്ക് കിട്ടും. അതുപോലെ അതിൻ്റെ ഡൈജസ്റ്റബിലിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പം പ്രോപ്പർ സെലക്ഷൻ ആൻഡ് കുക്കിംഗ് മെത്തേഡ്സ് വെച്ചിട്ടാണ് അതിൻ്റെ മാക്സിമം ന്യൂട്രീഷണൽ വാല്യൂ ആൻഡ് ഡൈജസ്റ്റബിലിറ്റി നമുക്ക് അത് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ആ സിറിയൽ ഗ്രെയിനിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് 3 പാർട്ടാണ് അതിനകത്ത് ഉള്ളത്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ദ എൻഡോസ്പേം. എൻഡോസ്പേം എന്ന് പറയുന്നതാണ് ഏറ്റവും ലാർജസ്റ്റ് പാർട്ട്. അത് ഒരു 80 to 85% ഓഫ് ദ ഗ്രെയിനും എന്താണ്, എൻഡോസ്പേം ആണ്. ഈ എൻഡോസ്പേമിലാണ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ ദേ ആർ ദ എനർജി സ്റ്റോറേജ് ഫോർ ദ സീഡ്. സീഡിനുള്ള എനർജി സ്റ്റോറേജ് ആണ് ഈ എൻഡോസ്പേം എന്ന് പറയുന്നത്. ആൻഡ് സോ ദേ ആർ റിച്ച് ഇൻ
കാർബോഹൈഡ്രേറ്റ്സ് ആണ് അതിനകത്ത് കൂടുതൽ വരുന്നത്. സോ ദേ കൺസിസ്റ്റിംഗ് പ്രൈമർലി ഓഫ് സ്റ്റാർച്ച് ഗ്രാനുൾസ് എംബഡഡ് ഇൻ എ പ്രോട്ടീൻ മെട്രിക്സ്. ഒരു പ്രോട്ടീൻ മെട്രിക്സിനകത്ത് സ്റ്റാർച്ച് ഗ്രാനുൾസ് കിടക്കുന്നത് പോലാണ് ഈ എൻഡോസ്പേമിൽ വരിക. അപ്പോൾ സോ ദേ ആർ റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് അല്ലേ, അതേപോലെ പ്രോട്ടീനും വരുന്നുണ്ട്. സോ സ്റ്റാർച്ച് ആൻഡ് പ്രോട്ടീൻ ആണ് അതിനകത്ത് മെയിനായിട്ടും കാണുക. So first part is the endosperm. Largest part ആണ് 80 to 85% of the grainum endosperm ആണ്. So it serves as the energy storage for the seed. And ഇതിനകത്ത് primarily starch granules ആണുള്ളത് embedded in protein matrix. ഇനി രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് germ ആണ്, which is the embryo. ഇതാണ് പുതിയ പ്ലാന്റ് ആയിട്ട് വളർന്നു വരുന്നത്, അതാണ് വളർന്നു വരിക. സോ 2 to 3% ഓഫ് ദ ഗ്രെയിൻ എന്ന് പറയുന്നത് ഈ ജേം അല്ലെങ്കിൽ എംബ്രിയോ ആണ്. സോ ഇറ്റ് ഇസ് ദ റീപ്രൊഡക്റ്റീവ് സെന്റർ. ഇതിൽ നിന്നാണ് അടുത്ത ഒരു പ്ലാന്റ് ഉണ്ടായി വരിക, സീഡ്ലിംഗ് ഉണ്ടായി വരുന്നത് ഇതിൽ നിന്നാണ്. ആൻഡ് ദേ ആർ റിച്ച് ഇൻ ലിപ്പിഡ്, പ്രോട്ടീൻ ആൻഡ് ബി വൈറ്റമിൻ. ഈ ജേം ആണ് ലിപ്പിഡും പ്രോട്ടീൻ ആൻഡ് ബി വൈറ്റമിൻ റിച്ച് ആയിട്ട് വരിക. And the last part is the bran. It is the outermost layer ആയിട്ട് കാണുന്നതാണ് കേട്ടോ. 10 to 15% ഓഫ് ദ ഗ്രെയിൻ ഈ ബ്രാൻ ആണ്. അതെന്താണ്, ഔട്ടർ മൾട്ടി ലെയേർഡ് സീഡ് കോട്ട് ആയിട്ടാണ് ഈ ബ്രാൻ വരുന്നത്. ആൻഡ് ദേ ആർ റിച്ച് ഇൻ ഡയറ്ററി ഫൈബേഴ്സ് ആൻഡ് എസെൻഷ്യൽ മിനറൽസ്. എസെൻഷ്യൽ മിനറൽസ് ആൻഡ് ഡയറ്ററി ഫൈബേഴ്സ് ആണ് ഈ ബ്രാനിനകത്ത് കാണുക. So these are the three main parts of a seed or a cereal grain. And the first one is endosperm. 80 to 85% of the grainum endosperm ആണ്. This serves as the energy storage for the seed. അത് റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്, അതേപോലെ പ്രോട്ടീനും കാണും. സ്റ്റാർച്ച് ആണ് മെയിനായിട്ട് അതിനകത്ത് വരുന്ന കാർബോഹൈഡ്രേറ്റ്. അടുത്ത ജേം ഓർ ദ എംബ്രിയോ. 2 to 3% ഓഫ് ദ ഗ്രെയിൻ എന്ന് പറയുന്ന ജേം ഓർ എംബ്രിയോ ആണ്. റീപ്രൊഡക്റ്റീവ് സെന്റർ ആണ്. ദേ ആർ റിച്ച് ഇൻ ലിപ്പിഡ്, പ്രോട്ടീൻ ആൻഡ് ബി വൈറ്റമിൻ. And the last one is the bran. 10 to 15% of the grain bran ആണ്. And they contains dietary fibers and essential minerals. Clear അല്ലേ? എസെൻഷ്യൽ മിനറൽസിൽ മെയിനായിട്ടും അയൺ ആൻഡ് കാൽഷ്യം ഒക്കെയാണ് റിച്ച് ആയിട്ട് കാണുന്നത്. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ സീഡ്. ഇനി നമുക്ക് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് ന്യൂട്രീഷണൽ കണ്ടന്റ് നോക്കാം. സോ സിറിയൽ ഗ്രെയിൻസ് കൺസിസ്റ്റ് അബൌട്ട് 2/3 കാർബോഹൈഡ്രേറ്റ് ആണ്. അതിന് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 2/3 പോർഷനും എന്താണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. ആൻഡ് മെയിൻലി ഇൻ ദ ഫോം ഓഫ് ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഷുഗർ ആൻഡ് സ്റ്റാർച്ച് ആയിട്ടാണ് കാണുക. ആൻഡ് ഈ ഗ്രെയിൻസിനകത്ത് ബാക്കിയുള്ള ന്യൂട്രിയൻസും കാണും. എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, പ്രോട്ടീൻ വരുന്നുണ്ട്, കാൽഷ്യം, അയൺ, വൈറ്റമിൻ ബി ഒക്കെ അത് കമ്പോണൻ്റ് ആണ്. ഇൻ ദർ നാച്ചുറൽ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഹോൾ ഗ്രെയിൻ ഫോമിലാണെങ്കിൽ സിറിയൽസിനകത്ത്, അതായത് ഈ ബ്രാനും എല്ലാം കൂടി ചേർന്ന ആ ഒരു ഫോമിലാണെങ്കിൽ അതിനകത്ത് കൂടുതലും എന്തൊക്കെയാണ്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഓയിൽ ആൻഡ് പ്രോട്ടീൻ. ഇതെല്ലാം റിച്ച് ആയിട്ടുള്ളതാണ് ഹോൾ ഗ്രെയിൻ ഫോം എന്ന് പറയുന്നത്. പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ബ്രാൻ റിമൂവ് ചെയ്യും, ജേം റിമൂവ് ചെയ്യും. സോ ദാറ്റ് അതിനകത്ത് എൻഡോസ്പേം ആണ് കൂടുതലും നമുക്ക് കിട്ടുക. അതുകൊണ്ട് എൻഡോസ്പേം എന്താണ്, ദേ ആർ റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്, അതേപോലെ പ്രോട്ടീനും കാണും. സോ മോസ്റ്റ്ലി അതിനകത്ത് എന്താണ് വരിക, കാർബോഹൈഡ്രേറ്റ് ആണ് വരുന്നത് പ്രോസസ്ഡിനകത്ത്. ഓക്കെ, അപ്പോൾ പ്രോസസ്ഡ് ആണോ അൺപ്രോസസ്ഡ് ആണോ എന്നനുസരിച്ച് ന്യൂട്രിയൻ കണ്ടന്റിൽ വേരിയേഷൻ വരും. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കാർബോഹൈഡ്രേറ്റ്. അതാണ് 70 to 75% ഓഫ് ദ ഗ്രെയിനിൽ വരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. മോസ്റ്റ്ലി അത് സ്റ്റാർച്ച് ആയിട്ടാണ്, അമൈലോസും അമൈലോപെക്റ്റിനും കൂടെ ചേർന്നിട്ടുള്ള സ്റ്റാർച്ച് ആയിട്ടാണ് കാണുക. പിന്നെ വരുന്നതാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ 8 to 15% ആണ് പ്രോട്ടീൻ വരുന്നത്. പ്രൊലാമിൻസ് ആൻഡ് ഗ്ലൂട്ടലിൻസിന്റെ ഫോമിലാണ് ഈ പ്രോലിൻ വരുന്നത്. പ്രൊലാമിൻസ്, അതേപോലെ ഗ്ലൂട്ടലിൻ. ക്ലിയർ? പിന്നെ അതേപോലെ നമ്മൾ ഈ വീറ്റിനകത്തൊക്കെ കാണുന്നതാണ് കേട്ടോ, ഗ്ലിയാഡിൻ, അതേപോലെ ഗ്ലൂട്ടനിൻ എന്ന് പറയുന്നത്. സോ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂട്ടൻ്റെ ഫോമിലാണ് കാണുക. സോ ഇത് ഒരു പ്രോട്ടീൻ ആണ് കേട്ടോ. സോ നോട്ടബിൾ എക്സാമ്പിൾ ഇൻക്ലൂഡ് ഗ്ലിയാഡിൻ ആൻഡ് ഗ്ലൂട്ടനിൻ വിച്ച് കമ്പൈൻസ് ടു ഫ്രോം ഗ്ലൂട്ടൻ. ഗ്ലൂട്ടൻ അപ്പോൾ പ്രോട്ടീൻ ആണെന്നുള്ളത് ഓർത്തിച്ചേക്കാം. പിന്നെ വരുന്നത് ലിപ്പിഡാണ്. 1 to 5% ആണ് ലിപ്പിഡ് കാണുക. അത് മെയിനായിട്ട് നമ്മൾ ജേമിലായിട്ടാണ് കാണുക. ആ എംബ്രിയോ എന്ന് നമ്മൾ പറഞ്ഞില്ലേ. സോ ദേ ആർ കോൺസെൻട്രേറ്റഡ് ഹെവിയർലി ഓൺ ദ ജേം. പിന്നെ മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ആണ് അവർ കൂടുതലും. ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ബ്രാൻഡിലായിട്ടാണ് കൂടുതലും വരിക. ബട്ട് ഇതിൽ സിറിയൽസിൻ്റെ പ്രത്യേകത, നമുക്ക് എസെൻഷ്യൽ അമിനോ ആസിഡ്, അതായത് നമുക്ക് ഫുഡിൽ നിന്ന് വേണ്ട കുറേ അമിനോ ആസിഡ് ഉണ്ട്. 9 എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ് നമുക്ക് വരുന്നത്. സോ ഈ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സിൽ ലൈസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ എന്താണ്, സിറിയൽസിൽ കുറവാണ്. സോ ദേ ആർ ലോ ഇൻ സർട്ടൻ എസെൻഷ്യൽ അമിനോ ആസിഡ്. അത് ഏതൊക്കെയാണ്, ലൈസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ.
ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളിപ്പം സിറിയൽസ് മാത്രം കഴിക്കുമ്പോൾ നമുക്ക് ഈ എസെൻഷ്യൽ അമിനോ ആസിഡ് കിട്ടില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സിറിയൽസും പൾസസും കൂടെ മിക്സ് ചെയ്ത് കഴിക്കും. നമ്മൾ എന്താ ചെയ്യുക, ചോറും പരിപ്പും കൂടെ മിക്സ് ചെയ്തല്ലേ കഴിക്കുക, അല്ലെങ്കിൽ ചോറിനോടൊപ്പം പയറുവർഗ്ഗം എന്തെങ്കിലും നമ്മൾ കഴിക്കും. അപ്പം നമുക്ക് എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും കൂടെ കിട്ടും. കാരണം പയറിനകത്ത് അല്ലെങ്കിൽ പൾസസിനകത്ത് ഈ ലൈസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ വരുന്നുണ്ട്, പക്ഷെ അതിനകത്ത് ലാക്ക് ആയിട്ടുള്ള എസെൻഷ്യൽ അമിനോ ആസിഡ് ഇവിടെ നമുക്ക് കിട്ടും. സോ ഇത് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഒന്നിച്ച് കിട്ടും. ഓക്കെ, ആൻഡ് ദ മേജർ സിറിയൽ ഗ്രോൺ ഇൻ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇൻ ഓർഡർ ഓഫ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റൈസ്, വീറ്റ്, ജോവർ, മെയ്സ്, ബാജ്ര, റാഗി ആൻഡ് ബാർലി, ഇതൊക്കെയാണ് നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിറിയൽസ്. ഇനി ഇതിൻ്റെ ന്യൂട്രീഷൻ ആൻഡ് കോമ്പോസിഷൻ നമുക്കൊന്ന് നോക്കാം. മേജർ ഗ്രെയിൻസിൽ ആസ് പെർ ഇന്ത്യൻ ഫുഡ് കോമ്പോസിഷൻ സ്റ്റാൻഡേർഡ് ICMR NIN വാല്യൂ പെർ 100 ഗ്രാം എഡിബിൾ പോർഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് ഏതൊക്കെ ഗ്രെയിൻസും അതിൽ ഓരോന്നിൻ്റെ ലെവലാണ് നമ്മൾ നോക്കുക. സോ നോക്കിയേ, വീറ്റ് വോൾ നോക്കുകയാണെങ്കിൽ വീറ്റ് വോൾ നോക്കുന്ന സമയത്ത് മോയ്സ്ചർ എന്ന് പറയുന്നത് 12.2 ആണ്, പ്രോട്ടീൻ കണ്ടന്റ് 12.1ഉം ഫാറ്റ് 1.7ഉം ക്രൂഡ് ഫൈബർ എന്ന് പറയുന്ന 1.9ഉം കാർബോഹൈഡ്രേറ്റിൻ്റെ റേഞ്ച് നോക്കിയേ 69.4 ആണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി 100 ഗ്രാമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് 341 കിലോ കലോറിയാണ്. 100 ഗ്രാമിലുള്ള വാല്യൂസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി റൈസ് നോക്കുകയാണെങ്കിൽ റോ ഓർ മിൽഡിനകത്ത് നോക്കുകയാണെങ്കിൽ അത് 13.3 ആണ് മോയ്സ്ചർ, പ്രോട്ടീൻ 6.8 ആണ്, കുറവാണ് കേട്ടോ കമ്പയറിംഗ് ടു വീറ്റ്. അതിൽ പ്രോട്ടീൻ കണ്ടന്റ് കുറവാണ്, ഫാറ്റും കുറവാണ് 0.5 ഉള്ളൂ, ക്രൂഡ് ഫൈബറും റൈസിൽ കുറവാണ് 0.2, കാർബോഹൈഡ്രേറ്റും അതെത്രയാണ് 78.2 ആണ് വരുന്നത്. എനർജി നോക്കുകയാണെങ്കിൽ 345. ഇനി ജോവർ നോക്കുകയാണെങ്കിൽ 11.9 ആണ് മോയ്സ്ചർ കണ്ടന്റ്, പ്രോട്ടീൻ 10.4ഉം ഫാറ്റ് 1.9ഉം ക്രൂഡ് ഫൈബർ 1.6ഉം കാർബോഹൈഡ്രേറ്റ് 72.6 ആണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് വരുന്നത് ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് റൈസിന് തന്നെയാണ്, പിന്നെ വരുന്നത് ജോവറാണ്, ആൻഡ് ലാസ്റ്റ് ബക്ക്വീറ്റിനാണ് വരുന്നത്. ഇനി കലോറി നോക്കുകയാണെങ്കിൽ 345 കലോറിയാണ് നമുക്ക് കിട്ടുക, കിലോ കലോറിയാണ് എനർജി നമുക്ക് കിട്ടുന്നത് 100 ഗ്രാമിന്. അത് 349 ആണ് വരുന്നത്. ഇനി മെയ്സ് ഓർ കോൺ നോക്കുകയാണെങ്കിൽ ഡ്രൈ ആയിട്ടുള്ളത് 14.9 മോയ്സ്ചർ കണ്ടന്റ്, പ്രോട്ടീൻ 11.1, ഫാറ്റ് 3.6ഉം ക്രൂഡ് ഫൈബർ 2.7ഉം കാർബോഹൈഡ്രേറ്റ് 66.2 ഉള്ളൂ. എനർജി നോക്കുകയാണെങ്കിൽ 342 കിലോ കലോറി. ഇനി ബാർലി 12.5 ആണ് മോയ്സ്ചർ, 11.5 ആണ് പ്രോട്ടീൻ, 1.3 ആണ് ഫാറ്റ്, 3.9 ആണ് ക്രൂഡ് ഫൈബർ, 69.6 ആണ് കാർബോഹൈഡ്രേറ്റിൻ്റെ വാല്യൂ, ആൻഡ് 336 കിലോ കലോറിയാണ് എനർജി കിട്ടുക പെർ 100 ഗ്രാം. നെക്സ്റ്റ് വൺ ഈസ് ഓട്സ്. ഓട്സിൽ മോയ്സ്ചർ കണ്ടന്റ് ഈസ് 8.9 ആണ്, വെറസ് പ്രോട്ടീൻ കണ്ടന്റ് ഈസ് വെരി ഹൈ ഇൻ ഓട്സ്. ഈ തന്നിരിക്കുന്നതിൽ കമ്പയർ ചെയ്യുമ്പം ഓട്സിലാണ് ഏറ്റവും കൂടുതൽ വരിക. 13.6 ഗ്രാം ആണ് നമുക്ക് വരുന്നത് പെർ 100 ഗ്രാം. ഫാറ്റ് കണ്ടന്റ് ഈസ് ഓൾസോ ഹൈ, ദാറ്റ് ഇസ് 7.6 ഗ്രാം പെർ 100 ഗ്രാം. ഫൈബർ 1.9 ആണ് വരുന്നത്, കാർബോഹൈഡ്രേറ്റ് 63.8 ആണ്, ആൻഡ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ 374 കിലോ കലോറിയാണ് കിട്ടുക. അപ്പോൾ ഹൈ എനർജി കിട്ടുന്നതും ഹൈ പ്രോട്ടീൻ ആൻഡ് ഹൈ ഫാറ്റ് കണ്ടന്റ് വരുന്ന ഒരു സിറിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓട്സ്. ഏറ്റവും കൂടുതലുള്ളത് ഓട്സിനാണ്, പ്രോട്ടീൻ കണ്ടന്റ് ഹൈ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് അതൊരു, പക്ഷേ അതിൽ നമ്മൾ വെള്ളത്തിലിങ്ങനെ കലക്കി കുടിക്കുന്ന സമയത്ത് ഈ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, അതായത് നമ്മൾ പറയും, അതായത് ഷുഗർ സ്പൈക്ക് അത് കൂട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ അല്ലാതെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ അല്ലാതെ ചിലരൊക്കെ പുഡിംഗ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ ഓട്സ് എന്ന് പറയുന്നത്. പിന്നെ റൈ ആണ്, 11 ആണ് മോയ്സ്ചർ കണ്ടന്റ്, 10.9 ആണ് പ്രോട്ടീൻ കണ്ടന്റ്, 2 ആണ് ലിപ്പിഡ് അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ്, 1.9 ഫൈബർ കണ്ടന്റ് വരുന്നത്, 69.8 ആണ് കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ്, ആൻഡ് 335 ആണ് എനർജി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബക്ക്വീറ്റ്. 11.2 ആണ് ഇതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ്, 11.7 പ്രോട്ടീൻ വരുന്നുണ്ട്, 3 ആണ് ഫാറ്റ് കണ്ടന്റ്, 1.6 ആണ് ഡയറ്ററി ഫൈബർ അല്ലെങ്കിൽ ക്രൂഡ് ഫൈബറിൻ്റെ കണ്ടന്റ്, 71.5 ആണ് കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടന്റ്, 329 കിലോ കലോറിയാണ് എനർജിയിൽ വരുന്നത്.
അപ്പോൾ ഇത്രയാണ് മേജർ ആയിട്ടുള്ള സിറിയൽസ് ഇൻ ഇന്ത്യ ആൻഡ് ദ ന്യൂട്രിയൻ കണ്ടന്റ്. ഇതിൽ ഈ ഓട്സിന്റെ കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളൂ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓട്സ് കഴിഞ്ഞാൽ പിന്നെ പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ട് വരുന്നത് നമ്മൾ വീറ്റ് ആണ് കേട്ടോ. ഈ തന്നിരിക്കുന്നതിൽ വീറ്റ് ആണ് പിന്നെ പ്രോട്ടീൻ കണ്ടന്റ് ഹൈ ആയിട്ടുള്ളത്. കലോറി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തരുന്നത് ദാറ്റ് ഇസ് ഓട്സ്. അത് കഴിഞ്ഞ് വരുന്ന ഇതാണ് നമ്മളുടെ ജോവറാണ്. ജോവർ 349 ആണ് തരാം. ഓക്കെ, ഏറ്റവും കുറവും കൂടെ ഒന്ന് നോക്കി വെച്ചോളൂ. കൂടുതലും കുറവുമാണ് മെയിനായിട്ടും നോക്കി വെക്കേണ്ടത്. ക്ലിയർ അല്ലേ? Thank you everyone.